മോർണിംഗ് ടാസ്കിന് ശേഷം അനീഷും ഷാനവാസും തമ്മിൽ മുട്ടനടിയാണ് നടക്കുന്നത്. അനീഷ് പറയുന്നത് ഞാനാണോ ടാസ്ക്, ഞാൻ മാത്രമാണ് ഇവിടെ ടാസ്ക് തെറ്റിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിച്ചല്ല, കാരണം ചെറിയൊരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കറിയാം. അപ്പോൾ എല്ലാവരെയും കള്ളത്തരം മനസ്സിലാക്കുമ്പം എനിക്ക് വോട്ട് ചെയ്യും, അങ്ങനെ ഞാൻ വിന്നറാകും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്ത് കാര്യത്തിനും എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്താനിരിക്കുവാണ്. ഞാൻ എന്താണെങ്കിലും പറയേണ്ടത് പറയുമെന്ന് തന്നെ അനീഷ് പറയുന്നു. ഷാനവാസ് പറയുന്നത് നിൻ്റെ ലോക ഉടായിപ്പ് ഞങ്ങൾ തുറന്ന് തന്നെ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നു അനീഷ് ഏട്ടന് ടാസ്ക് മനസ്സിലാക്കിയില്ല, പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടല്ലേ ബിഗ് ബോസ് ഇടപെട്ടത്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഇടപെടുന്ന എന്തിനാന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉടനെ ഷാനവാസ് പറയുന്നത് ലാലേട്ടൻ ഇടപെട്ട് നിന്നെ പൊളിച്ചടുക്കിയ എന്താ, നീ 3 ദിവസം എന്നും പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുമല്ലായിരുന്ന, 3 ദിവസമേ നിനക്ക് സമയം കിട്ടിയുള്ളല്ലോ എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നീ ബബബ അടിച്ചല്ലോ, അപ്പം നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ എവിടെ പോയി? ഉടനെ അക്ബർ പറയുന്നു ലാലേട്ടൻ ആ വിഷയം മാത്രമേ ഇടപെട്ടുള്ളൂ, അനീഷേട്ടൻ്റെ എല്ലാ പ്രശ്നത്തിലും ലാലേട്ടൻ ഇടപെട്ടിരുന്നെങ്കിൽ മാലപ്പടക്കം പൊട്ടുന്ന പോലെ അനീഷേട്ടൻ പൊട്ടിയനേന്ന്. അപ്പോൾ ഷാനവാസ് പറയണേ ഇങ്ങനെ വീരവാദം മുഴക്കല്ലേ മോനെ. ഉടനെ അനീഷ് എന്ത് വീരവാദം ഞാൻ മുഴക്കി? അക്ബർ പറയുന്നത് ഞങ്ങളൊന്നും അല്ല പറഞ്ഞത്, ബിഗ് ബോസ് ആണ് പറഞ്ഞത് നല്ല പോലെ ടാസ്ക് പറയാൻ. ഉടനെ എന്ത് ബിഗ് ബോസ് പറഞ്ഞത്, ഞാൻ എന്ത് മോശമായിട്ടാണ് പറഞ്ഞത്, ടാസ്ക് അറിയാൻ വയ്യാതെ ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അനീഷ് വീണ്ടും ചൂടാവുകയാണ്. ഷാനവാസ് പറഞ്ഞു നിനക്ക് ടാസ്ക് മനസ്സിലാക്കിയില്ല, അത് ബിഗ് ബോസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ നീ അത് കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ അനീഷ് വീണ്ടും പറയാം ഞാൻ എന്ത് മനസ്സിലാക്കിയില്ലെന്ന്, ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ഭയങ്കര വഴക്ക് നടക്കുവാണ് അനീഷും ഷാനവാസും തമ്മിൽ. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നത് അപ്പം നിനക്കല്ല തെറ്റുപറ്റിയ ബിഗ് ബോസിനാണോ എന്ന് ചോദിക്കുന്നത്. എന്നിട്ട് പറയണേ എന്തിനാടാ നീ ഇങ്ങനെ ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്നത്, ഇങ്ങനെ മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, നീ കുറേ നാളായല്ലോ. അപ്പോൾ അനീഷ് ചോദിക്കുന്നത് ഞാൻ എന്ത് തെറ്റിദ്ധരിപ്പിച്ചെന്നാടാ ഷാനവാസെ നീ പറയുന്നത്, നീ എപ്പോഴും പറയുന്നത് കേൾക്കാമല്ലോ എന്ന് അനീഷ് ഷാനവാസിൻ്റെ നേരെ ചൂടാവുന്നു. ഷാനവാസ് പറയണേ നീ 3 ദിവസം ഒന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച്, മലയാളികളെ പറ്റിച്ച്, അവസാനം ലാലേട്ടൻ തന്നെ പൊളിച്ചടുക്കി, ഇനി നീ ഒന്നും പറയണ്ട, അവിടെ അനങ്ങാതിരിക്കാമെന്ന് പറഞ്ഞ് ഷാനവാസ് അകത്തോട്ട് പോകണം. അങ്ങനെ രാവിലെ ടാസ്കിന് ശേഷം ഷാനവാസും അനീഷും തമ്മിൽ മുട്ടനടിയായിരുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.